ഏറ്റവും അപകടകരമായ വാർത്തയ്ക്കാണ് നാം ഇന്ന് കാതോർക്കുന്നത്. നിരോധിത ആഫ്രിക്കൻ മുഷിക്ക് കേരളത്തിൽ അപകടകരമായ പരിണാമം. സർക്കാർ രാജിവെക്കണം. ദിനോസറുകളെ പോലെയാണല്ലോ ഈ മീനുകൾ ഇപ്പൊ ആക്രമിക്കുന്നത്. നമ്മളെ പ്രതിരോധിക്കാൻ ഒരു പ്ലാനും ഒരുക്കമില്ല. തെരുവ് നായകളെ തിന്നുന്ന മീനുകൾ ഇനി മനുഷ്യരെ പിടിക്കുമ്പോഴാണ് സജ്ജ. ഭീതി കേരളത്തിലുടനീളം പടരുകയാണ്. ആഫ്രിക്കൻ മുഷി ആക്രമണം കൂടുതൽ വ്യാപിക്കുമോ എന്ന് ജനം ഭയപ്പെടുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ സർക്കാർ മൗനം പാലിക്കുകയാണ്. ഇന്ന് നമുക്ക് രാഷ്ട്രീയ പ്രതിനിധി ആഫ്രിക്കൻ മുഷികൾ, ഇവയുടെ വലിപ്പം ഇപ്പോൾ പട്ടിയേക്കാൾ കൂടുതലാണ്. ഇതൊരു ജൈവ ഭീഷണിയായി മാറുകയാണ്. ആഫ്രിക്കൻ മുഷി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തന്നെ ചലനമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ ഇത് സാധാരണ മുഷിയല്ല, ജീനറ്റിക് മെറ്റേഷൻ സംഭവിച്ചിരിക്കുന്നു. ഇവയുടെ ചെവി ഭാഗത്ത് എന്തോ ഉണ്ട്. ശ്രദ്ധിക്കാം. Sir, this creature reached our lakes through a dangerous path. ഇന്ത്യൻ പ്ലേറ്റ്ലെറ്റ്സ് ആഫ്രിക്കയിൽ നിന്ന് അകന്നപ്പോൾ ആഫ്രിക്കയിൽ പെട്ടുപോയ ഈ മീനുകൾ അപകടത്തിലായി. ആഫ്രിക്ക മരുഭൂമിയായി മാറുമ്പോൾ ചിലത് മരിച്ചെങ്കിലും ചിലത് അതിജീവിച്ചു. അതിജീവിച്ച ഈ മീനുകൾ മഴക്കാലമാകുമ്പോൾ അത്രയും ജീവികളെ അകത്താക്കി വേനൽക്കാലത്ത് വീണ്ടും അപ്രത്യക്ഷമാകുന്നു. പറയൂ ചേട്ടാ. ചെറിയ കുഞ്ഞുങ്ങളെ വരെ ഈ മീൻ ഉപദ്രവിക്കുകയാണ്. പട്ടാളം തന്നെ ഇറങ്ങണം മോളെ. Creature spotted! പരിണമിച്ച ആഫ്രിക്കൻ മുഷിക്ക് വീണ്ടും പരിണാമം സംഭവിച്ചിരിക്കുന്നു.